ഹൈ, ഞാൻ വർക്ക് കഴിഞ്ഞ് വന്ന് കുളിച്ച് ഫോണിൽ നോക്കുമ്പോഴാണ് അമ്മ പറയുന്നത് അരി കൊടുക്കാൻ വേണ്ടി മില്ലിൽ പോകണം. അതിനുശേഷം എന്നെ ഒരു സ്ഥലത്ത് ഇറക്കി തരുകയും വേണം. അങ്ങനെ ഞാൻ അമ്മേനെ വണ്ടി മുഖത്ത് നേരെ ആദ്യം മില്ലിലേക്ക് പോയിട്ടു. അതിനുശേഷം അമ്മേനെ ഇറക്കി കൊടുത്ത് നേരെ പോകുമ്പോഴാണ് സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. വണ്ടിക്ക് ഒരു സൈഡ് കളി എന്താണപ്പോ ഇത്? വണ്ടി സൈഡൊക്കെ നോക്കുമ്പോഴാ ടയർ പഞ്ചർ. ഞാൻ ഈ വണ്ടി എടുത്തതിന് ശേഷം ആദ്യം കിട്ടിയ പണിയുണ്ട്. ഒന്നും നോക്കില്ല, ഞാൻ ആദ്യം നമ്മളെ ചെങ്ങാനായിട്ട് വിളിച്ചു. ഓന്റെ വീട് ഇവിടെ അടുത്തതിനെ കൊണ്ട് ഓനെ വിളിക്കുമ്പോഴത്തേക്ക് ഓന്ന സ്ഥലത്തെത്തിയിട്ടു. അങ്ങനെ ഞാനും ഓനും കൂടി നേരെ വണ്ടി ഉന്താൻ തുടങ്ങി. ഇവിടെ ഞങ്ങളുടെ നാടായ തൃക്കുടിശ്ശേരി തന്നെ ഒരു പമ്പ് തുടങ്ങിയോണ്ട് ഞങ്ങൾ ആടെ പോയിട്ട് കാറ്റടിക്കാന്ന് വിചാരിച്ചു. ഈ പമ്പ് വന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഉപകാരമാണ്. പമ്പ് കയറ്റൽ മോനെ പെട്രോൾ തീർന്നു, ഇങ്ങോട്ട് പോവാന്ന് പോലും. എന്റെ വണ്ടി പെട്രോൾ ഇല്ലാനി കേട്ടാ പെട്രോൾ അല്ല പഞ്ചറാണെന്ന് പറഞ്ഞ് ഞാൻ നേരെ കാറ്റടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അവിടുന്ന് കാറ്റടിച്ച് ഞങ്ങൾ നേരെ വെച്ച് ഏറ്റവും അടുത്തുള്ള പഞ്ചർ വീടിലേക്ക്, അതായത് മഞ്ഞപ്പാലം റണ്ണിങ്ങിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ, കാറ്റുണ്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പഞ്ചർ കടയിൽ എത്തിയിട്ടു. അങ്ങനെ അവിടെ നിന്ന് മൂപ്പര് പറയുന്നത് മോനെ ഇനി സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് റിസ്ക് ആണെങ്കിൽ നേരെ ബാലുശ്ശേരിക്ക് കിട്ടുന്നു. ഇവിടെ നമ്മളേക്ക് എയർ ഫുള്ള് പോയി, ബാക്കി എയർ ഞാൻ അവിടെ നിന്ന് ഫില്ലാക്കി നേരെ പോയി ബാലുശ്ശേരി. അങ്ങനെ ബാലുശ്ശേരി ബ്ലോക്ക് റോഡിൽ ആദ്യത്തെ കടയിൽ ഞങ്ങൾ വണ്ടി ആയിട്ട് മൂപ്പര് പറയുന്നത് ഇത് കുറച്ച് റിസ്ക് ആണെങ്കിൽ വേറെ കടയിൽ പോയി നോക്കുന്നു. എന്ത് പറയാനാ നോക്കാം. അങ്ങനെ അടുത്ത കടയിലത്തെ എയർ വീണ്ടും അവിടെ നടിച്ച് ഞങ്ങൾ നേരെ വിട്ട് അടുത്ത കടയിലേക്ക്. ഇമ്മളെ ചങ്ങായി പറഞ്ഞ മോനെ ഇത് പ്രൊഫഷണൽ പീഡിയയിൽ എടുക്കുള്ളൂ, നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ ആടെ എത്തിക്കുമ്പോൾ ഓല് പറയുന്നത് മോനെ വേറെ ഏതെങ്കിലും പിടിയെ കൊണ്ടുപോയി ഞാൻ ലേശം പണിയാണ്. എന്ത് പണി? ആടൊരു പണിയില്ലേ, ഇവർക്ക് മടിയാന്ന് തോന്നി എന്താലേ. അങ്ങനെ അടുത്ത പിടിയിലേക്ക് എത്തല്ല എയർ ആടെ നടിച്ച് ഞങ്ങൾ നേരെ വിട്ട് അടുത്ത പിടിയിലേക്ക്. അങ്ങനെ അടുത്ത കടയിലെത്തിയപ്പോൾ ദാ മോനെ ആടലെ മൂപ്പരാണെങ്കിൽ ഇത്രയും വലിയൊരു JCB ഡയറക്റ്റ് കളിക്കുന്നു. മൂപ്പരോട് കാര്യം പറയുമ്പോൾ മൂപ്പര് ഒന്ന് വെയിറ്റ് ചെയ്യും മോനെ. ഓ അതിനെന്താ എത്ര വേണം വെയിറ്റ് ചെയ്യും, നിങ്ങൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി തന്നാൽ മതി. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം കണ്ട് മൂപ്പര് നമ്മളെ വണ്ടി അയക്കാൻ തുടങ്ങിയിട്ടു. എന്റെ നെഞ്ചിന്ന് നല്ല രീതി കളന്നിട്ടോ. ആദ്യമായിട്ട് ഞാൻ എന്റെ വണ്ടി ഇങ്ങനെ കഴിക്കുന്നത്. അങ്ങനെ മൂപ്പര് നേരെ അതിൻ്റെ ഒന്ന് ട്യൂബ് പുറത്തിട്ട് ഏഴേ പഞ്ചറെന്ന് കണ്ടുപിടിച്ചിട്ടോ. ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ പഞ്ചറി. അങ്ങനെ മൂപ്പര് വേഗം പഞ്ചറൊക്കെ അടിച്ചെങ്കിൽ വേഗം വണ്ടി സെറ്റ് ആക്കി തന്നിട്ടോ. ഈ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ നാളെയാണ് സെക്കൻഡ് സർവീസ്. അപ്പോഴാണ് ഈ പഞ്ചർ ഇട്ടുന്നത്. എന്തായാലും ഈ ഏട്ടൻ പാവാണ് കേട്ടോ. മൂപ്പര് വേഗം വണ്ടിയൊക്കെ സെറ്റ് ആക്കി തന്നെ ആകെ 150 റുപ്യ വാങ്ങിയിട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും വന്നില്ല, കുറച്ച് സാധനം പഠിച്ച് തിരിച്ചു പോകാൻ. അങ്ങനെ നമ്മൾ ചെങ്ങായുണ്ട് ഈ ഉന്തുവണ്ടിയുടെ ഡ്രൈവർ. എന്നാൽ ഞാൻ വിചാരിച്ചു ജിമ്മിലൊക്കെ പോകണല്ലേ കുറച്ച് പ്രോട്ടീനായിട്ട് ഒരു ഓട്സ് എടുക്കാൻ പോയിട്ട്. അന്നേരം നമ്മൾ ചെങ്ങായി പറയുന്നത് മോർണിംഗ് ഞാൻ സാധാ ഓട്സ് എടുക്കണം, ഈ ഓട്സ് എടുത്തു. എന്നാലും ഞാൻ പറഞ്ഞു മോനെ ഈ പറഞ്ഞ ശരിയാണ്, സാധാ ഓട്സിനെക്കാട്ടും നല്ല ഇത് തന്നെയാണ് കേട്ടോ. എന്നാലും ഞാൻ പറഞ്ഞു മോനെ ഇത് മതി, തൽക്കാലം കുറച്ച് ടൈറ്റിലാണ്. അങ്ങനെ അത് വാങ്ങി ബില്ലടിച്ച് പോകാൻ നേരം ഞങ്ങൾക്ക് ഒരു ഫ്രൈഡ് ചിക്കൻ കഴിച്ചാലോ. അന്നേരം ഞങ്ങൾ നേരോട്ട് അത് കഴിക്കാനേ. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ പോയിട്ട് സാധനം ഓർഡർ ചെയ്തു. വിശന്നിട്ടാണോ അറിയില്ല, അതിന്റെ വീഡിയോ എടുക്കാൻ മറന്നു കിട്ടും, ഒരു ഫോട്ടോ കേട്ടോ. അങ്ങനെ ഞാൻ അതും കഴിച്ചിട്ടുണ്ടെങ്കിൽ നേരെ പോയി കൊറിയർ ഓഫീസിലോട്ട് ഒരു ഫോൺ കേസ് ഓർഡർ ചെയ്തേ, അത് വാങ്ങാനേ. എങ്ങനെ കളർ നൈസാണോ അത് കഴിഞ്ഞ് നേരെ പോയി ഫോണിന്റെ സ്ക്രീൻ കാർഡ് ഒന്ന് മാറ്റിയിട്ടു. ഞാൻ മാത്രമല്ല നമ്മുടെ ചങ്ങായി മാറ്റിട്ടോ. അവിടെ പുതിയ കേസും വാങ്ങിട്ടോ. അപ്പൊ ശരി, നാളെ കാണാം.